2-3 ദിവസത്തെ കറക്കത്തിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് മല കയറാൻ പോവുക. കോരത്തോട്ടിൽ നിന്ന് നമ്മൾ തിരിച്ചപ്പം ചാച്ചനെ അമ്മച്ചയും കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അവിടെ തണുപ്പ് ഇപ്പം കൂടുതലായതുകൊണ്ട് ഇച്ചിരി തണുപ്പ് കുറഞ്ഞിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇപ്പം അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്ക് കുറച്ച് തണുപ്പ് കുറയുമല്ലോ, അന്നേരം കൊണ്ടുപോകാം. അതിന് നമുക്ക് തിരിച്ചേക്കാം. അപ്പം നമുക്കിനി അങ്ങോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ കയറ്റത്തെ വരുന്ന വണ്ടി എല്ലാം നിന്ന് പോകുന്നു. ഇത് കണ്ടോ, വലിയ ബസ് ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇത്രയും കയറ്റമായതുകൊണ്ടേ അത് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് ഇവിടെ നിന്ന് എങ്ങനെ കയറ്റിക്കൊണ്ട് പോകും അല്ലേ? സാധാരണ 2-3 ദിവസം അവധിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ തിരിച്ച് കയറി പോകുന്ന വൈകുന്നേരമൊക്കെ ആകും, സന്ധ്യ ആകുന്ന സമയത്തൊക്കെ ആയിരിക്കും കയറി പോകുന്നത്. അപ്പം നമ്മൾ ഓർക്കും ആ സമയത്ത് മാത്രമേ ഇതുപോലെ തിരക്കുണ്ടാകുന്നു. പക്ഷെ ഇപ്പം നോക്കിക്കേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ വണ്ടി ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ 3-4 ദിവസം അവധി കിട്ടുമ്പോൾ എല്ലാവരും എങ്ങോട്ടെങ്കിലും പോകുമല്ലേ? എങ്ങോട്ടേലും പോകുന്നത് തന്നെയല്ല, അയ്യപ്പന്മാര് വന്നവര് അതിന്റെ ആ തിരക്കുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം അടുപ്പിച്ച് അവധി ഉണ്ടെങ്കിൽ ഇതുപോലെ തിരക്കാണ് വഴിയില്. എന്ത് വണ്ടിയാന്ന് നോക്കി. ഇപ്പൊ നമ്മള് മുണ്ടക്കയത്തുനിന്ന് കയറിയപ്പോ തൊട്ടേ ഇതുപോലെ തന്നെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എവിടെയായി? നമ്മള് പെരുവന്താനമൊക്കെ കഴിഞ്ഞ് മേളിലായി, മുറിഞ്ഞുവഴി ആറായി. ഭയങ്കര വണ്ടിയല്ലേ. ഇടയ്ക്ക് ഈ വലിയ വണ്ടിയും കൂടെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് ബ്ലോക്ക് ആകുവേ. അതാ സാധാരണ നമ്മളൊരു 25 മിനിറ്റ് അരമണിക്കൂർ കൊണ്ടൊക്കെ നമ്മള് കുട്ടിക്കാനം കയറി പോകുന്ന പയ്യെ നടക്കത്തുള്ളൂ. കാരണം നല്ല ട്രാഫിക്കും. പതുക്കെ പോകാനേ പറ്റത്തുള്ള. കണ്ട മുമ്പിൽ ഒരു വലിയ എന്തോ ലോറിയല്ലേ, ലോഡ് വണ്ടിയും കൂടെ പോകുന്നോണ്ടേ വലിയ ബസ്സുകളും എല്ലാം കൂടെ വരുന്നതുകൊണ്ട് ഭയങ്കര ഡ്രൈവറാണ് പനിയൊക്കെ പിടിച്ചിട്ട് കിളിപാറി ഇരിക്കുക. സീസൺ സമയത്ത് പനിയും ചുമയും ജലദോഷം എല്ലാം കൂടെ നമ്മളെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുക. എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്നൊന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നുള്ള പരിപാടി, ആ ഒരു മൈൻഡിലാണ് ഇപ്പൊ ഓടിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ഈ ഒരു ലോറിയും കൂടെ നമ്മൾ കവർ ചെയ്ത് കയറിയാൽ നമുക്ക് ഇച്ചിരി സ്പീഡിൽ പോകാൻ പറ്റും. അതിന്റെ പുറകിലെ വണ്ടികളെല്ലാം പോയി നിൽക്കുന്നത്. അത് തന്നെ ആ ലോഡ് CNG ആണ്. അത് എന്തോ സംതിങ് തീ കത്തുന്ന സാധനമാണ്. അതിന്റെ വലിയ ഗ്യാസ് കുറ്റിയാന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായി. കുടിച്ചു കൊണ്ടുപോകുന്ന സംഭവം CNG ആണെന്ന് തോന്നുന്നില്ലേ? അതേ തോന്നുന്നു. വെള്ളമൊന്നും ഇല്ല, മൊത്തം തീർന്നു. മുളഞ്ഞങ്ങാനം വെള്ളമെല്ലാം പോയല്ലേ. ഞാൻ മര്യാദയ്ക്ക് പുറകിലത്തെ സീറ്റ് സുഖമായിട്ടിരുന്നതാണ്. ഒരുത്തൻ പിടിച്ചു വലിച്ച് എന്നെ ഇവിടെ കൊണ്ടിരുത്തി. എന്തിനാടാ? എനിക്ക് എന്തോ ഈ ബസ്സിന്റെ ഈ കയറ്റം കയറുമ്പോ മറ്റേ ലൈനർ കരിയത്തില്ലേ, ഇറങ്ങി പോന്നെ. അല്ല ഇപ്പൊ കയറ്റം കയറുവാണല്ലോ, അത് മറ്റേ അവിടുന്ന് വരുന്ന വണ്ടിയുടെ കരിയുന്നത് മറ്റേ പിടിച്ചു വരുന്നോണ്ടല്ലേ. താഴോട്ട് ബസ് ഇറങ്ങി പോകുമ്പോഴേ ഈ നമ്മൾ ഈ കയറ്റം കയറി വന്നു കഴിയുമ്പോൾ ബസ് താഴോട്ട് ഇറങ്ങി പോകുമ്പോ ഭയങ്കര ഒരു മണം വരും. അതുകൊണ്ട് ഞാൻ ചുമ്മാ ഇരുന്നോണ്ട് വിളിച്ചിരിക്കില്ല. ഞാൻ ആടി ഉറങ്ങി പോവായിരുന്നു. അതുകൊണ്ടൊന്നും അല്ല മച്ചേ, അവന് നിന്റെ മടി കയറിയിരിക്കാനായിട്ടാ. വലിയ എന്നും കുഞ്ഞായിട്ടിരുന്നാ മതി, കുഞ്ഞിന്ന് പറഞ്ഞ മടി ഇടവരുന്നേ. അവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്, പുറകില് വിശാലമായിട്ടിരിക്കുക. നമ്മുടെ റോഡിലെ തിരക്കെല്ലാം കുറഞ്ഞോ? അയ്യപ്പൻ വണ്ടി അതിലെയാന്ന് തോന്നുന്നു പോകുന്നല്ലേ, തമിഴ്നാട് വണ്ടിയൊക്കെ കുമളി വഴി. ഇനിയിപ്പോ ഈ 41 കഴിഞ്ഞിട്ട് മകരവിളക്കിന്റെ സീസൺ ആകുകയല്ലേ. മകരവിളക്ക് സീസൺ ആകുമ്പം കമ്പത്തുനിന്ന് വണ്ടി തിരിച്ചുവിടും, കമ്പമെട്ട് വഴി വന്നു. അങ്ങനെ കമ്പമെട്ട് വഴി കയറി വരുന്ന വണ്ടി കുറെ വണ്ടികൾ ഇതിലേക്ക് ഈ ഏലപ്പാറ കട്ടപ്പന വഴി വന്ന് കുട്ടിക്കാനം വരും. ബാക്കി കുറെ വണ്ടികൾ മെട്ടി വന്ന് വീണ്ടും കുമളിക്ക് പോകും. കുമളി എന്നിട്ട് അതുവഴി വരും. അങ്ങനെ വരുന്ന കുറെ വണ്ടികളുണ്ട്. അപ്പൊ ആ സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ റോഡും നല്ല തിരക്കാവും. ഇപ്പൊ അന്നേരം രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കുമളി വഴിയാണ് വിടുന്നത്. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കുമളി വഴി തന്നെ പോകും. ഇതുവഴി വന്ന് പോകാൻ അറിയാവുന്ന സാധനമാര് ഇതിലേ വന്ന് പോകും. പക്ഷെ ഈ വഴിയെല്ലാം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മോശമല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അധികം വണ്ടികൾ ഇതിലെ വരുന്നില്ല. പണിയൊക്കെ തീർന്നുകൊണ്ട് ഇനിയിപ്പോ കുറെ വണ്ടികളെല്ലാം ഇതിലെ വരാൻ തുടങ്ങും. പക്ഷെ അതിലെ പോയ കുമളി വരെ ഇതുപോലെ തന്നെ ബ്ലോക്ക് ആയിരിക്കും. ഇപ്പം കുട്ടിക്കാനം കഴിഞ്ഞപ്പോഴേക്കും വഴിയെല്ലാം ക്ലീൻ ആയി. ഇപ്പൊ ഇവിടെയുള്ള ലോക്കൽ വണ്ടികളല്ലേ ഉള്ളൂ. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുട്ടിക്കാനം വരെ സ്വാമികളുടെ വണ്ടികൾ ഇറങ്ങി വരുന്നതും കയറി വരുന്നതും എല്ലാം ഉണ്ട്. അതെ, എത്ര നേരം കൊണ്ടാണ് കുട്ടിക്കാനം എത്തിയത്. ഇനിയിപ്പം ഈ വഴി ഏതായാലും വലിയ കുഴപ്പമില്ലാതെ ഓടിപ്പോവാം. ശബരിമല സീസൺ തോന്നുന്നില്ല, നന്നായിട്ട് വണ്ടി ഓടിക്കുന്നു, സമാധാനം.
സമാധാനത്തോടെ. മന്ദാക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയൊക്കെ നമുക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമായി, നമ്മുടെ ക്ലൈമറ്റ് ആയി. അതെ, അച്ഛക്ക് ആ ചൂടിനകത്തുനിന്ന് രക്ഷപ്പെട്ടപ്പോഴേ സമാധാനമായെന്ന് തോന്നുന്നു. താഴെ ഇരുന്ന് പുഴുങ്ങുമായിരുന്നു. എന്നിട്ട് പൊള്ളുമായിരുന്നു. അവിടെ ചെന്നിട്ട് നിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്താ ചൂടാ. അന്നേരം ആൾക്കാർ ഇപ്പോൾ വിചാരിക്കും നമ്മൾ ഇത്ര നാൾ അവിടെ താമസിക്കുന്നത്, പക്ഷേ ഇവിടെ വന്ന് സ്ഥിരമായിട്ട് താമസിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് നിൽക്കാൻ പറ്റും. അതെ, ആൾക്കാർ ആലോചിച്ചു നമ്മൾ 8-9 വർഷമായില്ലേ പോന്നിട്ട്. നമ്മൾ ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് അങ്ങ് പിടിച്ചു. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ, അങ്ങേ സൈഡ് അങ്ങനെ കാണാനായിട്ട് കണ്ടോ. ആ മരങ്ങളെല്ലാം തളിർത്ത് കേട്ടോ, നല്ല ഇലയായി. അടിപൊളിയായി. ഏലപ്പാറ താഴെ വാഗമൺ റൂട്ടാ. അതെ, ആ കാറ്റാടി മരം എല്ലാം ഫുള്ളേ ഇലയായി മഴ കഴിഞ്ഞപ്പോ. കാട്ടി ചെല്ലുമ്പോഴത്തേക്കും ചൂട് പായസം ഉണ്ട്. കുഞ്ഞിക്ക് ചൂട് പായസം വേണോ? കുഞ്ഞിക്കേ ചൂട് പായസം വേണോ? കുഞ്ഞി ഉച്ചക്ക് ചോറും തിന്നാതെ ഞാൻ ഇരുന്ന് ഉറങ്ങിപ്പോയോണ്ട് ഇപ്പൊ 4 മണിയാവാറായി. 3:30 4 മണിയല്ല, 4:30 4:30 നാരങ്ങാവളം മാറ്റിത്തരാം. 4:30 എന്നിട്ട് അരിഞ്ഞാളം പായസമൊന്നുമല്ല ഇത്, മന്തി കിട്ടിയാലേ തീർന്നു. ഓ, ഇനി കട്ടപ്പന വീട്ടിൽ ചെന്നിട്ടേ ഒരു കടയിൽ കയറിയല്ലോ ബിരിയാണി കഴിക്കാം. ഏയ് അമ്മമ്മ ഏതായാലും ചോറൊക്കെ വെച്ച് കാണുമായിരിക്കും. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അമ്മമ്മ കഴിച്ചോട്ടെ 2 ദിവസം കൊണ്ട്. ഇനി അമ്മമ്മ എന്നൊരു ഒരു കാര്യമുണ്ട്, മേല നമ്മൾ വരുന്നെന്ന് പറഞ്ഞാൽ കഞ്ഞി വെക്കുകയല്ല. അതെ, ഞാൻ പോയി. അമ്മമ്മ വാട് നിനക്ക് വിശന്നോ? ഞങ്ങൾക്ക് ആർക്കും വിശന്നില്ല. ഞങ്ങൾ രാവിലെ കപ്പയും ചോറും ഒക്കെ കഴിച്ചായിരുന്നു കുഞ്ഞാന്റെ അടുത്ത്. ഞങ്ങളല്ലേ കുഞ്ഞാന്റെ മുട്ടയൊക്കെ പുഴുങ്ങി തന്നെ. വിശക്കാതിരിക്കും. വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മാറ്റി കൊടുക്കാം. കരിക്ക് വാങ്ങിച്ചുതരാം. ഇടുക്കി വന്ന് കയറുമ്പോഴത്തേക്കിന് നമുക്കൊരു സുഖമുള്ളല്ലേ. എന്നിട്ട് തണുപ്പും മഞ്ഞും മൂക്കുമ്പോ പറയുവേ ഈ ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാ മതി മതി. പക്ഷെ നാട്ടിൽ ചെല്ലുമ്പം മറ്റേ വറചട്ടി ചെന്ന് ചാടുന്ന പോലെ ഇത് 2 വെള്ളത്തല്ലേ കാല്. അതെ അതെ, അതിനാ ഞാൻ പറയുന്നത് ഇവിടെ ഒരു വീട് വേണം അവിടെ ഒരെണ്ണം വേണം. അവിടെ ചെല്ലുക, അവിടെ ചൂട് കൂടുതലാണെന്ന് തോന്നിയാൽ ചെല്ലുന്ന വൈകുന്നേരം കിടന്നുറങ്ങുന്ന രാവിലെ ചൂട് മുക്കുമ്പോൾ തിരിച്ചു വരാനോ? അങ്ങനെയല്ല, ചൂട് കുറവുള്ള സമയങ്ങളുണ്ടല്ലോ, അന്നേരം അവിടെ പോയി താമസിക്കണം. ഇവിടത്തെ തണുപ്പ് സഹിക്കാൻ പറ്റാതായി കഴിയുമ്പോ നമുക്ക് അവിടെ പോയി താമസിക്കണം. ഓടി നടപ്പല്ലേ. തണുപ്പാണ് നമുക്ക് കംപ്ലീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ചൂടാണെങ്കിൽ പിന്നെ അന്തരീക്ഷം ചൂടാണ്, നമുക്ക് വെളിയിറങ്ങി നടക്കാൻ പറ്റും. അല്ല, ഓരോത്തോട്ടിലാണെങ്കിൽ എപ്പോഴും ഇതുപോലെ ഇത്രയും ചൂടുള്ള സമയം അല്ലല്ലോ. അല്ലാതിപ്പോ ജൂൺ ജൂലൈ ഒക്കെ ആവുമ്പോ കാലാവസ്ഥ എപ്പോഴും നമ്മൾ എന്താ പറയുന്ന മഴ പെയ്ത് മാറി അന്നേരം ആവിയ. ഇന്നലെ കുഞ്ഞാൻ്റെ അവിടെ രാത്രി കിടന്നിട്ടേ ഞാൻ പറഞ്ഞു എനിക്ക് പുറത്തൊന്നും വേണ്ടെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോ എന്നാ വിയർ തോഴുകി. അതുകൊണ്ടോ ആ വീടുകള് എന്തേരം പൊക്കത്തല്ലേ അത്. ഇവിടെ നോക്കുമ്പോ ആ റോഡ് ലെവൽ കഴിഞ്ഞ് എന്തേരം പൊക്കത്തിലായിരിക്കുന്നെന്ന് നോക്കി. വീടാന്ന് തോന്നുന്നല്ലേ? ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അല്ല, 2-3 ഉണ്ട്. അതെ അതെ, ചപ്പാത്താകാറായി. ചപ്പാത്തിന്ന് നമുക്ക് എന്തെങ്കിലും ബജ്ജി വല്ല വാങ്ങിച്ചോണ്ട് പോകാവേ. വീട്ടിൽ ചെന്നിട്ട് കാപ്പിയും കൂടെ വെച്ചിട്ട് കഴിക്കാം. ഇങ്ങോട്ട് നോക്കിയാടെ അവിടെ കണ്ടോടെ എന്നാ രസമാണ്. തേയില ഇത് വേറെ മറ്റേ പൂമരമാന്ന് തോന്നുന്നു വളർന്നു വരുന്നത് അല്ലേ? ആണോ? അടിപൊളി സീനറിയാണ്. നല്ല സീൻ. പറയുന്ന തീപ്പെട്ടിക്കള്ളിയൊക്കെ ഉണ്ടാക്കുന്നതാണ് അങ്ങനെയുള്ള പലയൊക്കെ അങ്ങനെയുള്ള. ഈ ചപ്പാത്ത് തൊട്ട് ഏലപ്പാറ വരെയുള്ള സ്ഥലങ്ങൾ കാണാൻ നല്ല രസമല്ലേ? എപ്പോഴും വന്നാലും നമുക്ക് മടുക്കുമല്ലേ. ഇത്ര ആ റോഡും നല്ല റോഡായി കഴിഞ്ഞാൽ പിന്നെ മടുപ്പേ തോന്നത്തില്ല. നേരത്തെ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പോകുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എല്ലാം കണ്ടോ, കാണാൻ എന്നെ രസവാ. മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നുണ്ടോ കൂടെ വെച്ച്. കവുങ്ങുണ്ട്, കവുങ്ങെല്ലാം നിറയെ കാഴ്ച നിൽക്കുക. കുഞ്ഞിക്ക് വല്ലതും വാങ്ങിച്ചു കൊടുത്തിട്ടേ നമുക്കും ഇതെല്ലാം കഴിച്ചാൽ ഇല്ലെങ്കിൽ അവൻ നമ്മളെ ഓടിക്കുന്നു. നിനക്ക് വേണ്ടി ഞങ്ങൾ വേണേ കഴിക്കാം. വേണോ? ഓ, വിശന്നിട്ടല്ല. ഞങ്ങള് കഴിക്കാതിരിക്കുന്നേ എങ്ങനെയാന്ന് ഓർത്തിട്ട. എനിക്ക് വിശന്നായിരുന്നു, ഞാൻ നേരത്തെ വിളക്കുണ്ടാക്കി വല്ലതും വാങ്ങിച്ചു കഴിച്ചേനെ. അതെ അതെ, ആ അമ്മയ്ക്ക് വിശന്ന അപ്പൊ എവിടെയെങ്കിലും നിർത്തിച്ച് അപ്പൊ തന്നെ വണ്ടി നിർത്തി കൊടുക്കുകയും ആ അതെ, നമ്മളൊക്കെ പറഞ്ഞ പിന്നെ വണ്ടി അല്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്ന അച്ഛക്കറിയാം. അതുകൊണ്ടാ വിശപ്പ് മാത്രം നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല.
നമ്മളിപ്പം വന്ന് നമ്മൾ വെള്ളിലാങ്കണ്ടം വരെ ആയി കേട്ടോ. ഇടുക്കിയിലെ കയറിയപ്പോൾ ഒരു സമാധാനമായത്. ചൂടെല്ലാം പോയി, തണുപ്പായി, കുഴപ്പമില്ല. ഇനി നല്ലൊരു സീനറി കാണിക്കാവേ, നോക്കിക്കോണം. ഭംഗിയല്ലേ അതാണ് സീനറി എന്നൊക്കെ പറഞ്ഞ അടിപൊളി. പുറകോട്ട് നോക്കിയ പോപ്പി സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നത് ഇടുക്കി ഡാമിലെ വെള്ളം കയറി കിടക്കുന്നോ. അതെ, നല്ല അടിപൊളി സീനാ. ലാൻഡ്സ്കേപ്പ് അല്ലേ, നല്ല അടിപൊളി സ്ഥലമല്ലേ. വന്ന വഴിക്ക് ബോട്ടല്ല ചങ്ങാട്, ചങ്ങാടം. ഇടുക്കിയിലെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇതിന്റെ തൊട്ടപ്പുറത്തോട്ട് മാറിയാ പടുക കേട്ടോ. അങ്ങോട്ടൊന്ന് പോകുന്ന വഴിയായി ഇത് കേട്ടോ. അവിടെ ആളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും നമുക്ക് അവിടെ വരെ ഒന്ന് ചെന്ന് നോക്കാം. എന്നാ ആള് നമ്മള് ഒത്തിരി നാൾ കൂടിയിട്ട് വരണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമല്ലേ. എങ്ങനെയുണ്ട്? പക്ഷെ ഇത്രയും അടുത്ത് കിടന്നിട്ടും ഇതിലെ കൂടെ ഇത്രയും തേരാപ്പാര പോയിട്ടും ഇത്രയും നല്ല സ്ഥലം ഇവിടെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞോ? അത് 2-3 റീൽസ് ഒക്കെ കണ്ടപ്പോഴല്ലേ മനസ്സിലായത്. നമ്മള് റോഡേ പോകുന്നല്ലാതെ ഇങ്ങോട്ടേ കേറി വന്ന് ഇങ്ങനെ നോക്കിയിട്ടില്ലല്ലോ. എന്നാ രസമല്ലേ ഇവിടെ കാണാൻ. ഇടുക്കി ഡാമിന്റെ വെള്ളം കയറി കിടക്കുന്നില്ല. അതെ, ഇടുക്കി ഡാമിന്റെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളാണ്. കാച്ച്മെന്റ് ഏരിയ, ഡാം കാച്ച്മെന്റ് ഏരിയ. ഇവിടെ ചുറ്റിനും റോഡായി. ഈ വെള്ളം കയറി കിടക്കുന്നതിന് ചുറ്റിനും റോഡുണ്ട്. എല്ലാ വഴിക്കൂടെ വണ്ടി വരും. ഇത് നമ്മള് അങ്ങോട്ട് പോകുന്ന വഴി ഏലപ്പാറ കട്ടപ്പന വഴിയില് വെള്ളാങ്കണ്ടത്തുനിന്ന് ഒരു 2 കിലോമീറ്റർ കയറി വന്നു. അത്രയും കയറി വന്നാൽ മതി. പക്ഷെ ഇത്രയും നല്ല സ്ഥലം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു. അങ്ങേ അറ്റത്ത് കണ്ടോ, ഇവിടുത്തുകാരിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങേ അറ്റത്ത് കണ്ടോ ആൾക്കാർ നിൽക്കുന്നുണ്ടോ. ആ സ്ഥലമാണ് പടുക. അത് ഈ കഴിഞ്ഞ അവധി ആയതുകൊണ്ടേ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. തിരക്കാ. വെള്ളം കയറുമ്പോ ഇവിടെ വരാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷെ ഇപ്പൊ ആളുകൾ ഇഷ്ടം പോലെ വന്ന് കാണുന്നുണ്ട്. നല്ല രസമല്ലേ കാണാൻ. അടിപൊളി സീനറിയാ. മീനുണ്ട്, മീൻ പിടിക്കുന്നുണ്ടോ, ചൂണ്ടയിടുന്നുണ്ട്. ഇതിന്റെ ഒരു സൗന്ദര്യം ഒരു പ്രത്യേക സൗന്ദര്യമല്ലേ. പിള്ളേരാണ്ട് മേളില് വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഇച്ചിരിയോടെ നേരത്തെ വരുവായിരുന്നെങ്കിൽ ഇതിപ്പോ ഒരു സന്ധ്യയാകാറായില്ല. നമുക്ക് ഇനി ദിവസം പകല് വരണേ. എന്റെ ദൈവമേ, ഡ്രസ്സൊക്കെ മാറുന്നുണ്ട്. കുളിക്കാനുള്ള പരിപാടിയാണോ? ഫോട്ടോ എടുക്കാനാ. ആണോ? അപ്പം നല്ല രസമുണ്ട്. നമുക്ക് അവിടെയും കൂടെ പോയിട്ട് പോവാം. ഇനി എപ്പോഴും എന്നെ കളിയാക്കുമല്ലോ ഇടുക്കി ജില്ലക്കാരി എന്ന് പറഞ്ഞ. കാണടാ, ഞങ്ങളുടെ ഇടുക്കി ജില്ലയുടെ സൗന്ദര്യം. എങ്ങനെയുണ്ട്? ഇവിടെ താമസിച്ചിട്ട് പുള്ളിക്കാരിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എന്നാലും എന്തേലും ആൾക്കാരാന്ന് നോക്കിക്കേ. കണ്ടോ, ഇതിപ്പോ ആ ചേച്ചിമാര് പറഞ്ഞുകൊണ്ട് പോകാനാണല്ലോ. നമ്മുടെ സ്ഥലത്തിന് നമുക്കൊരു വിലയില്ല. പക്ഷെ കണ്ടോ, ഇഷ്ടം പോലെ ആള് വരുന്നുണ്ട്. പക്ഷെ ഇത്രയും ആൾക്കാർ വരുന്ന സ്ഥലം ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയായിരുന്നു. ഇല്ലല്ലോ. അത് നല്ല അടിപൊളി ഓരോ സ്ഥലത്തെയും ഓരോരുത്തരെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കഴിയുമ്പോ അന്നേരം നമ്മള് പോലും അറിയുന്നത് ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ഈ വെള്ളം പൊങ്ങി കിടക്കുമ്പോ ഇതേപ്പറ്റി ഒന്നും അറിയത്തില്ല. ഇല്ലില്ല. ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളാ. കാർ ഇഷ്ടം പോലെ എല്ലാം ഉണ്ടല്ലേ. കഴിയുമ്പോഴല്ലേ ഈ മരത്തിന്റെ മണ്ടയൊക്കെ ഇപ്പൊ കാണുന്നത്. നല്ലൊരു ഫോട്ടോ ഫ്രെയിം ആയത് ഈ മരം, ഉണങ്ങിയ മരം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ഇഷ്ടംപോലെ വരുന്നത്. ഉണങ്ങി കഴിഞ്ഞിട്ട് ഒരു മരത്തിന് ഇത്രയും വിലയുള്ളത് ആദ്യമായിട്ടായിരിക്കും അല്ലേ. നല്ല രസമുണ്ടല്ലേ, അടിപൊളിയാ. ഒത്തിരി പിള്ളേരൊക്കെ അവിടെ കണ്ടോ. അവിടെ പിള്ളേരൊക്കെ ഒത്തിരി പേര് മറ്റേ ഫുട്ബോൾ, വോളിബോളും ഒക്കെ കളിക്കുന്നുണ്ട്. അതെ, നമുക്ക് കുറച്ചുകൂടെ നേരത്തെ ഒരു ദിവസം വരണേ. ഇതിപ്പോ ഇച്ചിരി നമ്മള് താമസിച്ചില്ലേ. ഇനി വരുമ്പോ ഇല്ല വരാതെ പോകാൻ പറ്റത്തില്ല. ഇനി എപ്പോഴും വരുമ്പോ വരണമല്ലോ. അവിടെ നിന്ന് ഇത്രയും ദൂരം ഉള്ളായിരുന്നു. പക്ഷെ നമ്മളിതൊന്നും അറിയാതെ നമ്മളെ അവിടെ നിന്ന് നോക്കിയപ്പോ വേറൊരു രീതിയിലായിരുന്നു ആ മരവേ. ഇവിടെ നോക്കിയപ്പോ കണ്ടോ അതിന്റെ നല്ല രസമല്ലേ. പിന്നെ വലിയൊരു മരമായിരുന്നല്ലേ. ഇപ്പം പെട്ടെന്ന് വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളും தெரியாതായിരിക്കും. ചുവടൊക്കെ ദ്രവിച്ചു പോയി. നല്ല പോളിഷ് ചെയ്ത പോലെ ആയിരിക്കും ഇരിക്കുന്നേ. എന്നാണേലും വൈകുന്നേരം വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ ഫുട്ബോൾ കളിക്കാരും. കാര്യമുണ്ട്, വെള്ളം പൊങ്ങി കഴിയുമ്പോ ഇതൊന്നും അറിയത്തില്ല. ഈ മരവും പോലും അറിയത്തില്ല. ചിലപ്പോ ഈ 2 ജില്ല മണ്ടലത്തെ വെള്ളം താന്ന് കഴിയുമ്പോ എന്നാന്ന് വെച്ചാൽ താഴെ ഇത്രയും പുൽമേടായതുകൊണ്ട് നടക്കാനൊക്കെ ചെള്ളയൊന്നുമില്ലല്ലോ. നടക്കാനൊക്കെ നല്ല സുഖമാണ്. പക്ഷെ വെള്ളം വലിഞ്ഞു കഴിഞ്ഞാലേ ഉള്ളു. പിള്ളേരെയും കൊണ്ട് വന്നാലും ഒക്കെ ഇരിക്കാനും കിടക്കാനും നല്ല സൗകര്യമാണ്. പക്ഷെ വണ്ടി ഇറങ്ങി വരുമല്ലോ ഇവിടെ വരെ. ഞാൻ ഓർത്തില്ല ഇത്രയും വലിയ. അവിടെയൊക്കെ റോഡുണ്ട് അതിലൊക്കെ. ഇതിനിങ്ങനെ ചുറ്റിനും റോഡല്ലേ. അതിലെല്ലാം ആ സൈഡിൽ കൂടെ വീടുണ്ടല്ലോ. ഇതിലൂടെ എല്ലാം റോഡുണ്ട്. നമുക്കൊരു കാര്യം ചെയ്താലോ, ഇവിടെ എങ്ങാനും കുറച്ച് സ്ഥലം വാങ്ങിച്ചാലോ. ഒരു 10 സെന്റ് മതിയല്ലേ. നല്ല രസമല്ലേ. നല്ലൊരു വീടൊക്കെ വെച്ച്. വെള്ളം കണ്ടമാനം പൊങ്ങി കഴിയുമ്പോ നമുക്ക് ഇവിടുന്ന് പോയാലോ. ഇല്ലില്ല, അങ്ങോട്ടൊന്നും അങ്ങനെ വെള്ളം കയറത്തില്ല. ഇതുവരെ കയറിയതായിട്ട് അറിയത്തില്ല. മറ്റേ മെയിൻ റോഡിലൊന്നും ഇതുവരെ വെള്ളം കയറിയിട്ടില്ല.
എന്നാ രസമല്ലേ. അടിപൊളി സീൻ ഇങ്ങനെ മറ്റേ സീനറി വരച്ചു വെക്കുമല്ലേ ആ എന്ന് പറഞ്ഞ പോലെ. എന്ന് പറഞ്ഞ പോലെ. നമ്മള് കാൽവരി മൗണ്ടിന്റെ മേളിൽ നിന്ന് കഴിയുമ്പം താഴെ ആ വെള്ളം കയറി കിടക്കുന്നത് കാണുമല്ലോ. അത് പക്ഷെ നമുക്ക് അടുത്തോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റത്തില്ലല്ലോ. ഇത് പക്ഷെ തൊട്ടടുത്ത് വന്ന് നിന്ന് കാണാം. ചുറ്റും റോഡും ഉണ്ട്. ചുറ്റും റോഡും ഉണ്ട്. റോഡ് ആക്സസ് ആണ് ഏറ്റവും മെയിൻ. ചുറ്റിനും നോക്കിയാൽ സന്ധ്യയായ വനമാണെന്ന് തോന്നുന്നു. അതെ അതെ അതെ. ഇതിലൂടെ ഒരു വീടുള്ളതുകൊണ്ട് ഇഷ്ടംപോലെ വീടുണ്ട് ഇവിടെ. ആ സൈഡിൽ കൂടെ എല്ലാം വീടുകളുണ്ട്. ആ മരമാണ് കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ്. അതെ, ഇവിടെ ഉള്ള ആൾക്കാരുടെ ജീവിത മാർഗം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒന്നാന്ന് തോന്നി പോത്ത് പശു ഒക്കെ. അതെ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ഈ പോത്തിനെ കിട്ടിയേക്കുന്ന കയറിന്റെ നീളം കണ്ടോ? പോത്തിന് സുഖമല്ലേ, തിന്നണ്ടപ്പം പുല്ല് തിന്നാം, ബാക്കി സമയത്ത് വെള്ളത്തിൽ ഇറങ്ങി കിടക്കാം, എങ്ങും പോകണ്ടല്ലോ. ആ വണ്ടി 2 കയറി പോവാ കേട്ടോ. അവന്മാർക്ക് ആ വണ്ടി കണ്ടിട്ട് അങ്ങേ അവിടുന്ന് പോരാൻ തോന്നുന്നു. മുമ്പ് എന്നോട് വന്നേച്ച് പറഞ്ഞു നമുക്ക് പജാറോ സ്പോർട്സ് എടുക്കാം. അതാകുമ്പോ ഇതിലൂടെ ഒക്കെ ഓടിച്ച് കളിക്കാം. അതെ 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 അതെ. കണ്ടോ കയറി പോന്നേ. എന്നാലും കൊള്ളാമല്ലോ, നല്ല അടിപൊളി സ്ഥലം. അതെ, ഇനി വരുമ്പോ സ്ഥിരമായിട്ട് വരണം കേട്ടോ. കുറച്ചുകൂടെ നേരത്തെ വരുവാണെങ്കിൽ നല്ലതായിട്ട് ഫോട്ടോ എടുക്കാം നമുക്ക്. ഫോട്ടോ ഫ്രെയിം ആ മരമെല്ലാം അവര് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ പോയിട്ടുണ്ട്. ഫോട്ടോഷൂട്ട് അവിടെ അതിന്റെ ഡ്രസ്സെല്ലാം മാറി മാറി ഇട്ടോണ്ടിരിക്കുവോ. നമ്മൾ വന്ന ഇച്ചിരി സമയം പോയെങ്കിലും വൈകുന്നേരത്തെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റി. പക്ഷെ നമുക്ക് പകൽ ഒരു ദിവസം കൂടെ വരണം എന്തായാലും. അപ്പം നമുക്ക് പോയേക്കാം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.